മാമ്പഴക്കാലമൊക്കെ കഴിയാറായല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി കുറേ നാൾ കഴിഞ്ഞ് കുറച്ച് മാങ്ങയൊക്കെ കഴിക്കണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മാങ്ങയുടെ ജ്യൂസ് കഴിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൾപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഒരു വർഷം വരെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പണിയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൾപ്പാക്കിയിട്ട് മിക്സിയിൽ തരി വെള്ളമില്ലാതെ അടിച്ചെടുക്കണം. ഒരു തരി വെള്ളം പോലും ഇല്ലാതെ അടിച്ചെടുക്കുക. അപ്പോൾ വേഗം വെറ്റി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇളക്കി നിൽക്കണം. അല്ലെങ്കിൽ അധികം നാൾ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ ഒരുപാട് നാൾ സൂക്ഷിച്ച് വയ്ക്കണമെങ്കിൽ കുറച്ച് വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ അതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ നമുക്ക് ഇരിക്കും കേട്ടോ. ഞാൻ 2 ദിവസത്തേക്കുള്ളത് മാത്രം കുട്ടികൾക്ക് കുറച്ച് മാങ്ങ കിട്ടിയുള്ളൂ. അപ്പോൾ അതിനോണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. വിട്ട് നിൽക്കണം കേട്ടോ. അതേപോലെ ഇളക്കണം. അടി പിടിക്കരുത്. അടി പിടിക്കാത്തൊരു പാത്രം ഉണ്ടെങ്കിൽ നല്ല കാര്യമായി. ഒരു പാൻ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇടയ്ക്കൊന്നും ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അടി പിടിക്കാതെ നമ്മൾ നോക്കണം. അപ്പോൾ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒരു വർഷം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ആവശ്യാനുസരണം എടുത്ത് ജ്യൂസായിട്ടോ അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് അവർക്ക് കഴിക്കാനായിട്ട് മാങ്ങ പെട്ടെന്ന് കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു പീസൊക്കെ കൊടുക്കുകയോ അല്ലെങ്കിൽ ജ്യൂസായിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഞാൻ നെയ്യ് പുരട്ടിയിട്ടോ, എണ്ണയിലും കുഴപ്പമില്ല. നെയ്യ് കുട്ടികൾക്ക് കഴിക്കാനല്ലേ 2 ദിവസത്തേക്കുള്ള ഇതാ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അപ്പം കുറച്ച് ഞാൻ നെയ്യ് പുരട്ടിയിട്ട് അതിൽ നൈസായിട്ട് പറ്റി കൊടുത്താൽ മതിയിട്ട്. നെയ്യ് വല്ലാതെ ഒന്നും പറ്റി കൊടുക്കണ്ട. അതിൻ്റെ ഒരു കുത്തു വരും. നന്നായി കുത്തൊന്നും വരില്ല, എന്നാലും ഞാൻ ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മളങ്ങനെ പുരട്ടി കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഈ പൾപ്പ് ചൂടാറിയിട്ട് നമുക്ക് ഈ പൾപ്പൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നൈസായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തേക്കൊന്നും ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. 2 ദിവസത്തേക്കുള്ളതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു ചൂടുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. നല്ല ഇതായിട്ട് നമുക്ക് പീസായിട്ട് എടുക്കാൻ പറ്റും. ഫ്രിഡ്ജിനേക്കാൾ നല്ലത് ചൂട് നന്നായുള്ളൊരു സ്ഥലത്ത് വെച്ച് നമുക്കത് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കൊരു മിഠായിയുടെ ഒരു രൂപത്തിലായിട്ട് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് പീസാക്കി മുറിച്ച് കൊടുക്കാൻ നല്ലതായിരിക്കും. ഞാനിതിപ്പോൾ കുട്ടികൾക്ക് കാണാനൊരു ഭംഗിക്ക് ഡെക്കറേറ്റൊക്കെ കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ നാളെ കാണാം കേട്ടോ.